ഹലോ മൂത്തോണിങ്ങളെ, രാവിലെ ഈ മക്കൾ പോകുന്നതിൻ്റെ ഒരു തിരക്കാണ്. ഇന്ന് എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ട്. അപ്പം ഈ അമ്മ എന്ന ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അതൊരു എല്ലാം ഭയങ്കര ഗ്യാസ് മണക്കുന്നു. എത്ര തവണ ഗ്യാസിൻ്റെ സ്റ്റൗ തന്നെ മാറ്റി വെച്ചിട്ടും ഗ്യാസ് മണക്കുന്നു. അമ്മ എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അതൊരു ഭയങ്കരപ്പെട്ട ഉത്തരവാദിത്വമാണ്. നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ മറന്നു പോകുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു പദവി എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്ന പദവിയാണ്. ഈ രാവിലെ എണീക്കുക, മക്കൾക്ക് എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കേണ്ടതെന്ന് ചിന്തിക്കുക. നമ്മൾ ഒരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ പോലും ആ പ്രൊഫഷനേക്കാൾ നമ്മൾ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു പദവി എന്ന് പറയുന്നത് അത് അമ്മ എന്നുള്ള പദവിയാണ്. എനിക്ക് തോന്നുന്നത് ഇന്നുള്ള 90% സ്ത്രീകളും അതിൽ വിജയിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ്. അപ്പം ഞാനിന്ന് അതിനെക്കുറിച്ചല്ല പറയാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പം പറയാൻ വന്നത് വേറൊരു കാര്യമാണ്. അതായത് ഒരുപാട് ആളുകൾ എന്നെ ആക്ഷേപിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് പിന്നെ നിനക്ക് വീടില്ലല്ലോടി, നിനക്ക് സ്വന്തമെന്ന് പറയാൻ വീടില്ലല്ലോ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പറയുന്ന ആളുകൾക്ക് യാതൊരു ക്വാളിറ്റിയും ഇല്ല. ഞാൻ അനുഭവിക്കുന്ന ഒരു സുരക്ഷിതത്വമുണ്ട്, ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. എനിക്ക് വീടില്ല എന്നുള്ളത് നിങ്ങൾ എന്നെ കാണുമ്പോൾ കണ്ടെത്തുന്ന ഒരു കുറവാണ്. എനിക്ക് എൻ്റെ നിറം കറുപ്പാണ്, ഞാൻ കുറത്തിയാണ് തുടങ്ങിയതൊക്കെ നിങ്ങൾ എന്നിൽ കാണുന്ന കുറവുകളാണ്. പക്ഷേ ഞാൻ എന്നിൽ കാണുന്ന കുറേ കൂടുതലുകളുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 1-2 മണിക്കൂർ മാത്രമാണ് ഒരു ജീവിതത്തിൽ, ഒരു രാത്രിയിൽ ഞാൻ ഉറങ്ങുന്നത് എന്ന് പറയുന്നത് 1-2 മണിക്കൂർ മാത്രമാണ്. പക്ഷെ ആ 2 മണിക്കൂർ പോലും ഞാൻ എൻ്റെ മക്കളുടെ ഒപ്പം, എൻ്റെ ഭർത്താവിൻ്റെ നെഞ്ചത്ത് സുഖമായി കിടന്നുറങ്ങുന്ന ഒരാളാണ്. എനിക്ക് യാതൊന്നിനെയും തന്നെ ഭയക്കേണ്ടതില്ല. ഒരുപക്ഷെ എൻ്റെ ഭർത്താവ് ആരോഗ്യത്തിൽ കുറച്ച് ബലക്കുറവുള്ള ഒരാളായിരിക്കാം, പക്ഷേ ആ മനുഷ്യൻ എൻ്റെ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ, ഇനി എന്തൊക്കെ നമുക്ക് സ്വർണ്ണമുണ്ട്, പണമുണ്ട്, വീടുണ്ട്, സ്വത്തുണ്ട്, നമ്മുടെ ചുറ്റിനും ആൾക്കാരുണ്ട്, നമ്മൾ ഗൂർഖേന വരെ വെച്ചിട്ടുണ്ട്, പണം കൊടുത്ത് നമ്മൾ ഗൂർഖേന വരെ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളുടെ അടുത്ത് നമുക്ക് സെക്യൂറായിട്ട് തോന്നുന്ന ആളുകളുടെ അടുത്ത് കിടന്നുറങ്ങുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഭാഗ്യം ചെയ്ത ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ മക്കളെന്ന് പറയുന്നത് എൻ്റെ മോനെ എന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ എൻ്റെ മോന് കാണിച്ചു കൊടുത്തു. എൻ്റെ മോന് എന്നിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അതിൽ ഞാനൊരു വാക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, വേ ഷിയ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഉമ്മച്ചി എന്തിനത് വിഴുങ്ങുന്നത്, പറയേ, അവരതും അതിൻ്റെ അപ്പുറം അർഹിക്കുന്നുണ്ട്, ഉമ്മച്ചി എന്തിനത് വിഴുങ്ങുന്നെന്നാണ് എൻ്റെ മോൻ ചോദിച്ചത്. എൻ്റെ കയ്യിലോ മറ്റോ ആണ് ഇവരെ കിട്ടുന്നത് എങ്കിൽ ഞാൻ ഇടിച്ച് പരത്തി കളയും എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതായത് ഒരു സെക്യൂരിറ്റി, അതായത് എൻ്റെ മക്കൾ എൻ്റെ സേഫ്റ്റി ആഗ്രഹിക്കുന്നുണ്ട്, അവൻ്റെ പെങ്ങളുടെ സേഫ്റ്റി ആഗ്രഹിക്കുന്നുണ്ട്, അതിനു വേണ്ടി എന്തും ചെയ്യും എന്നുള്ള ആ ഒരു മനോഭാവമുള്ള ഒരു കുട്ടി, എൻ്റെ ഭർത്താവിനേക്കാൾ ആരോഗ്യമുള്ള വണ്ണവും വലിപ്പവുമുള്ള ഒരു മോൻ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. നമ്മളെ മക്കൾ നമ്മളെ മനസ്സിലാക്കുക, നമ്മളെ മക്കൾ കൂടെ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യം ചെയ്ത ഒരു കാര്യങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ഒരു ഭാഗ്യമുള്ള എന്നെ നോക്കി തെണ്ടി തിന്നുന്ന ഒരു തെണ്ടി ഒരു വീട് വെച്ചിട്ടുണ്ട്. എനിക്ക് വീടുണ്ടടി, എനിക്ക് സ്വത്തുണ്ടടി, എനിക്ക് സ്വർണമുണ്ടടി, നിൻ്റെ മോൾ എത്രയോ
വിഷയങ്ങൾക്ക് തോറ്റില്ലേടി. എടി എൻ്റെ മോള് ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെടി. എൻ്റെ മോള് ബഹുമിടുക്കിയായ ഒരു മോളാണ്. അവൾക്ക് അവളുടെ നേരെ ഒരു വിഷയം വരുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വരെ ഞാൻ പറഞ്ഞു കൊടുക്കണ്ട. അവൾക്ക് നന്നായിട്ട് അറിയാവുന്നൊരു ആളാണ്. കാരണം അവൾ 1-ാം ക്ലാസ് മുതൽ പഠിക്കുന്ന സമയം മുതൽ അവളെ ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞാണ് വളർത്തിയത്. അത് കഴിഞ്ഞ് അവൾക്കൊരു 15 വയസ്സായപ്പോൾ അവൾ എനിക്ക് ഇങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അത് ഈ മുമ്പ് മമ്മൂട്ടി പറയാറുണ്ട്, പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മമ്മൂട്ടിയുടെ മക്കൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് മമ്മൂട്ടി കൈപിടിച്ചിട്ട് മമ്മൂട്ടി ഫ്രണ്ടിൽ നടക്കും, മമ്മൂട്ടിയുടെ മക്കൾ ബാക്കിലേ കൂടി നടക്കും. ഇന്ന് മമ്മൂട്ടിയുടെ മക്കൾ വലുതായി കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിയുടെ ഫ്രണ്ടിൽ മക്കൾ നടക്കും, മക്കളുടെ പിന്നിൽ കൂടി മമ്മൂട്ടി നടക്കും. അതായത് അത്രയും അറിവ് ആ മക്കൾക്കുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് എൻ്റെ മക്കളുടെ കാര്യത്തിലും ഞാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ എൻ്റെ 6 വയസ്സുള്ള കുട്ടി വരെ ഞാനൊരു ലൈവിൽ ഇരുന്നിട്ട് ഞാൻ ഒരു കമൻ്റ് ഇടുന്ന ഒരു വ്യക്തിനെ എടാ എന്ന് വിളിച്ച്, ചീത്തയല്ല വിളിച്ചത്, എടാ എന്തടാ പോടാ അങ്ങനെ പറഞ്ഞിട്ട് എടാന്ന് വിളിച്ചതിന് എൻ്റെ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, അവൾക്ക് ഇന്ന് 8 വയസ്സുണ്ട് കേട്ടോ. അവൾ എൻ്റെ അടുത്ത് പറയണതാണ് അമ്മച്ചി എടാ പോടാ എന്ന് വിളിക്കാനാണ് ലൈവ് ഇടുന്നത്. അപ്പോൾ എൻ്റെ തെറ്റുകൾ പോലും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റുന്നത്ര സ്വാതന്ത്ര്യത്തിൽ ഞാൻ എൻ്റെ മക്കളെ വളർത്തി. എൻ്റെ മക്കൾക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ പിന്നാലെ പോവേണ്ട കാര്യമില്ല, എൻ്റെ മക്കളത് നേരിടും. പക്ഷെ ഞാൻ കാരണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ അവരുടെ കൂടെ നിൽക്കും. അവർക്കൊരു പോറൽ പോലും പറ്റാതെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എൻ്റെ കാമുകൻ്റെ കൂടെയോ അയൽവാസികളുടെ കൂടെയോ ഒന്നും ആയിരിക്കില്ല നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് കാമുകനുണ്ടാവുന്നു. എടാ എനിക്ക് തൽക്കാലം കാമുകനൊന്നും ഇല്ലടേ, ഇനി അങ്ങോട്ട് ചിലപ്പോൾ പറയാൻ പറ്റൂല, മനുഷ്യരല്ലേ, ഒരു കാമുകനൊക്കെ ഉണ്ടായാലോ. അപ്പം അതല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ മക്കൾക്കൊരു വിഷയം വന്നാൽ ചങ്കൂറ്റത്തോടു കൂടി ഞാൻ ആരുടെ കൂടെ നിൽക്കുമെന്നറിയാമോ? എൻ്റെ മക്കളുടെ കൂടെ നിൽക്കും. അതിങ്ങനെ തെരുവിൽ കൊണ്ടുവന്നിട്ട് അലച്ച് എൻ്റെ മക്കളൊരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ മക്കളുടെ ഭാഗത്ത് നിന്നൊരു വീഴ്ചയുണ്ടായാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുന്നവരായിരിക്കണം മാതാപിതാക്കളെന്ന് പറയുന്നത്. ഇത് മക്കൾ ഒരു തെറ്റ് ചെയ്യുകയല്ല ചെയ്തത്, മക്കളുടെ നേരെ വന്ന ഒരു തെറ്റിനെ മക്കൾ എന്ത് ചെയ്തു? തടയുകയാണ് ചെയ്തത്. എൻ്റെ മക്കളുടെ കാര്യമല്ല ഞാൻ പറയണത്. ഒരു കുട്ടിയുടെ നേരെ ഒരു അക്രമം വന്നു, ആ കുട്ടി അതിന് സേഫാണ് എന്ന് തോന്നുന്ന ഒരാളിൻ്റെ അടുത്ത് പോയി അത് പറഞ്ഞു. അത് അവർ ബന്ധപ്പെട്ട അധികാരികളെയും ആ കുട്ടികളെയും ഒക്കെ ആ കുട്ടിയുടെ ഉപ്പാനെയും ഒക്കെ അറിയിച്ച് അതിന് വേണ്ടുന്ന നിയമ നടപടി സ്വീകരിച്ചു. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അത് സ്വീകരിച്ചു, കുട്ടി രക്ഷപ്പെട്ടു എന്നതിൻ്റെ പേരിൽ രാവും പകലും ആ കുട്ടി കേൾക്കുന്ന അപരാധം, അതും സ്വന്തം ഉമ്മാൻ്റെയും ആ ഉമ്മാൻ്റെ കാമുകൻ്റെയും വായിൽ നിന്ന് ആ കുട്ടി ഇത്രമാത്രം കേൾക്കണമെങ്കിൽ ആ കുട്ടി എത്ര ഭാഗ്യദോഷിയായ ഒരു സ്ത്രീയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒന്നാമത്തെ കാര്യം, ആ കുട്ടിക്ക് സ്വന്തം ഉപ്പാന്ന് വിളിക്കാനുള്ള യോഗം ഇല്ല. കണ്ണ് മുമ്പിൽ വന്നിട്ട് പോലും ആ കുട്ടിക്ക് അയാളോടൊപ്പം ഇരിക്കാനോ നിൽക്കാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല, സ്വന്തം ഉപ്പ. അപ്പോൾ ആ കുട്ടി ഒരു ഭാഗ്യദോഷിയായ ഒരു കുട്ടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി അവളുടെ സ്വന്തം സേഫ്റ്റി തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ അവൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ സ്വന്തം ഉമ്മാൻ്റെ കാമുകൻ്റെയും വായിൽ നിന്ന് കേൾക്കുന്ന അപരാധം എന്ന് പറയുന്നത് അത് ഭയങ്കര, ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യദോഷിയായ ഒരു സ്ത്രീയാണ്. പക്ഷേ സ്ത്രീയും കുട്ടിയുമാണ് അവർ എന്ന് ഞാൻ പറയും. അപ്പോൾ അവർ ഇന്നലെ എന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, എന്താ വീട് മാറുന്ന സമയത്ത് നിനക്ക് കൊണ്ടുപോകാം പഞ്ചസാര കുപ്പി അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എടി വീട് മാറിയാലും എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്. എടി ഞാൻ പോകുന്നിടത്തെല്ലാം ആരുണ്ടാകും? എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും ഉണ്ടാകും. അവർക്കൊരു വിഷയം വന്നാൽ ആരുണ്ടാകും? അവരുടെ ഉപ്പയും അവരുടെ ഉമ്മയും അവരുടെ കൂടെ കാണും. അല്ലാതെ ഏതവനെങ്കിലും പിടിച്ച് നിർത്തിയിട്ട് അവനെ ഞാൻ രക്ഷിക്കും, എൻ്റെ മോളെ ഞാൻ രക്ഷിക്കും. മോള് ഭയങ്കര മോശമാണ്, മോള് പഠിക്കാതിരിക്കാൻ വേണ്ടി കളവ് പറയുന്നതാണ്. റേഷൻ കാർഡ് കഥ അറിഞ്ഞിട്ട് പോലും നീയൊക്കെ ഒരു തോൽവിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളതിൻ്റെ
ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞാൻ അത്ര പ്രാർത്ഥിക്കുകയാണ്, ആ കുട്ടി നിൻ്റെ അടുത്ത് ഇനി എത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അതിനെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത നീ ആ കുട്ടിയുടെ ഉമ്മയായിട്ടിരിക്കാൻ യാതൊരു അർഹതയും ഇല്ലാത്തൊരു സ്ത്രീയാണ്. ആ നീ എൻ്റെ മക്കളുടെ നേരെ തന്നെ മോളെ, ഞാൻ ഏത് തരം പൂട്ടാണ് നിനക്ക് ഇടാൻ പോകുന്നതെന്ന് നീ ഒന്ന് വന്ന് നോക്കടി. നീ പിന്നെ തിരുവനന്തപുരത്തുനിന്ന് നീ കൊല്ലത്തോട്ട് എത്തണമെങ്കിൽ നീ അവിടെ നിന്ന് ജാമ്യത്തിന് ഇവിടെ ആളെ വിളിക്കേണ്ടി വരും. അല്ലാതെ നിന്നെ ഞാൻ വിടുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ വന്ന് നോക്കടി. ലവലാതി ഒരു വാടക ഗുണ്ട നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞും കൊണ്ട് നീ ആരമിക്കിട്ടോട്ടടി കയറണത്. എടി, ആ വാടക ഗുണ്ടാന്ന് പറയുന്നത് നിൻ്റെ കയ്യിലുള്ള പണവും നീ കൊടുക്കുന്ന ചെല്ലച്ചോറും കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ നേരെ 100 സരിതമാരുടെ പിന്നാലെ പോകും. അച്ചങ്ങായി പോകുന്ന ആളുമാണ്. എത്ര സുന്ദരമായിട്ട് ഗർഭിണിയായ നിന്നെ ഒഴിവാക്കിയിട്ട് നീ അടിച്ചു പുറത്താക്കിയിട്ടാണ് അവൻ്റെ വീട്ടിൽ പോയപ്പോൾ അവനൊരു പെണ്ണില്ലാതെ പറ്റൂല. അവൻ നേരെ പോയത് എവിടെയാണ്? വേറൊരു പെണ്ണിൻ്റെ അടുത്താണ് പോയത്. അവൻ്റെ കഥകൾ പറയാനും അവൻ്റെ സങ്കടം പറയാനും അവൻ പോയത് നേരെ വേറൊരു പെണ്ണിൻ്റെ അടുത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചങ്ങായി പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ വാടക ഗുണ്ടേരെ കൂടെ ജീവിക്കുന്ന നിനക്ക്, എടി നീ എത്ര രാത്രികളിലാണ് ഉറക്കം ഒഴിഞ്ഞിരുന്ന് നിനക്ക് മനസ്സമാധാനം എന്തെന്നറിയാമോടി? നീ എന്നെ കളിയാക്കുന്നുണ്ടല്ലോ, വീടില്ലാത്തവള്, സ്വത്തില്ലാത്തവള്, വൃത്തിയില്ലാത്തവള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എടി, വൃത്തിയില്ലാത്ത സാഹചര്യത്തിലും എൻ്റെ മക്കൾ കിടന്നുറങ്ങുന്നത് സമാധാനത്തോടു കൂടിയാണെടി. നിനക്ക് ഞാൻ കാണിച്ചു തരാടി. എൻ്റെ മക്കൾ തറയിലാണ് കിടന്നുറങ്ങുന്നത്. ഇതാ, അപ്പോഴും എൻ്റെ മക്കൾ കിടന്നുറങ്ങുന്ന ഒരു സമാധാനമുണ്ട്. അതായത് അവരെവിടെയാണ് കിടന്നുറങ്ങുന്നതെന്നറിയാമോ? എൻ്റെ വീട്ടിൽ, എൻ്റെ തണലിൽ, എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും തണലിൽ, അതായത് അവരുടെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും തണലിൽ എത്ര മനസമാധാനത്തോടു കൂടിയാണ് അവർ ഉറങ്ങുന്നതെന്ന് നിനക്കറിയാമോ? എടി, കൊടുക്കാൻ കഴിയണം. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ആ മക്കൾക്ക് ഇതുപോലൊരു സമാധാനം കൊടുക്കാൻ കഴിയണം. എടി, വൃത്തിയില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് ഞാൻ സമാധാനം കൊടുക്കുന്നുണ്ടടി, സമാധാനം കൊടുക്കുന്നുണ്ട്. നീ ഇരുന്നങ്ങ് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടല്ല. നിനക്കെന്തിനാവൂടി? നിനക്കെന്തിനാവും? നീ ലോകത്തിലെ ഏറ്റവും പരാജയപ്പെട്ട ഒരു സ്ത്രീ മാത്രമല്ല, ഒരു ഉമ്മയാണെന്നുള്ളത് നിൻ്റെ മോള് നിനക്കെതിരെ മൊഴി കൊടുത്തപ്പോൾ അവിടെ തെളിഞ്ഞതാണടി. എന്നിട്ട് നിന്ന് ഉണ്ടാക്കണം നീ അങ്ങ് എന്നെ മൂക്കി കയറ്റുമെന്ന്. നീ എന്നെ ഒരു മണ്ണാങ്കട്ടിയും ചെയ്യൂല. നീ എന്നെ മൂക്കി കയറ്റാനായിട്ട് വരുന്നിടത്തെല്ലാം നിൻ്റെ ഫുൾ ഹിസ്റ്ററി വലിച്ചിട്ട് നിന്നെ നാണം കെടുത്തിയേ ഞാൻ പറഞ്ഞു വിടും. നീ എൻ്റെ പൂന്തറ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് നിനക്ക് എന്താ കിട്ടിയത്? ഇനി ഇത് മാത്രമല്ല, അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോയതിൻ്റെ 2ാം നാൾ നീ എടുത്ത ഒരു വീഡിയോ ഉണ്ട് പൊന്നു മോളെ, ഞാൻ അതും അവിടെ എത്തിച്ചിട്ടുണ്ട് മോളെ. അതുകൊണ്ട് തന്നെ നിന്നെയൊക്കെ കിട്ടാൻ കാത്തിരിക്കുകയാണ് ഞാൻ. നീ എൻ്റെ പൂന്തറ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോയതിൻ്റെ 2ാം നാൾ രാത്രിയിൽ അയ്യോ എന്നെ അടിച്ചേ എന്ന് പറഞ്ഞും കൊണ്ടൊരു വീഡിയോ നീ ചെയ്തിട്ടുണ്ട് മോളെ. ഇതെല്ലാം തെളിവുകളാണ്. എൻ്റെ മോളുടെ പേരും ആ മോള് പഠിക്കുന്ന സ്കൂളും നീ വീഡിയോ ചെയ്തപ്പോൾ നീ എന്തോ വിചാരിച്ചു? നീ അങ്ങ് ഭയങ്കര കൊമ്പത്ത ആളായെന്ന. ഇത്താണ്ടി മോളെ, നീ അങ്ങ് ഭയങ്കര കൊമ്പത്ത ആളായെന്നാണ് നീ വിചാരിച്ചുകൊണ്ടിരിക്കണത്. എടി, നീ മറ്റുള്ളവരുടെ കുടുംബത്ത് കയറി നീ കളിച്ചിട്ടുണ്ടാകും. പക്ഷെ ബീനിൻ്റെ കുടുംബത്തിൽ ഒരു തലമുടിയിൽ തൊടാൻ നിന്നെ ഞാൻ വിടൂല. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നീ കയറി കാണിക്കണം. നീ എൻ്റെ കുടുംബത്ത് കയറിയതിനല്ല, എൻ്റെ സൗഹൃദ ബന്ധത്തിൽ കയറിയതിനാണ് നിന്നെ ഇമാതിരി അലക്ക് ഞാൻ അലക്കുന്നത്. വിടൂല നിന്നെ ഞാൻ. നിന്റെ മോളടുത്ത് കാണിച്ച അക്രമത്തിനടക്കം ബീൻ നിന്നോട് പകരം വീട്ടിയിരിക്കും. നിനക്ക് ചെയ്യാൻ പറ്റണം, നീ പോയി ചെയ്. വലിയ മൊഴി കൊടുപ്പുകാരി. എടി, നീ കൊടുത്ത മൊഴി എന്തായി? ഒരു വിലയും ഇല്ലാതായി അല്ലേ? ഒരു വിലയും ഉണ്ടാവില്ല. ബീനിൻ്റെ പേരിൽ നിങ്ങൾക്കല്ല കേസ് കൊടുക്കാൻ പറ്റുന്നത്. ബീൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. നിനക്കെതിരെ, നിന്നെ കൊണ്ട് കളിപ്പിക്കുന്നവർക്കെതിരെ, നീ കളിപ്പിക്കുന്നവർക്കെതിരെ ബീൻ കേസ് കൊടുക്കും. അന്ന് നീയൊക്കെ കരയണ കരച്ചിലുണ്ടല്ലേ, ഇപ്പം ഇരുന്ന് നീ കരയണ കരച്ചിലല്ല അന്ന് നീ കരയാൻ പോണത്.
അത് എമ്മാതിരി കരച്ചിലാന്ന് ഞാൻ കാണിച്ചു തരാം. എന്നെ അലവിലതി കൂതറ